ജീവൻ വെച്ചിടോ രക്ഷകേന അന്ത്യശ്വാസം വരെയോ ജീവൻ വെച്ചിടോ രക്ഷകേന അന്ത്യശ്വാസം വരെയോ ഞാൻ തിന്നാലോ കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലോ ഞാൻ തിന്നാലോ കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലോ ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലോ എല്ലാം പ്രതികൂലമായെന്നാലോ ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലോ എല്ലാം പ്രതികൂലമായെന്നാലോ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകേന അന്ത്യശ്വാസം വരെയോ ജീവൻ വെച്ചിടും രക്ഷകേന അന്ത്യശ്വാസം വരെയോ. ഇപ്പോൾ നമുക്ക് ബോഡി അതേ വെളിയിലേക്ക് എടുത്തു വെക്കാം. കടന്നു നമുക്ക് ഗാനം പ്രിയ നിയമിച്ചയുടെ ദേഹാവിയോഗത്തോടനുബന്ധിച്ച് നാം ദിവസത്തിലായിരിക്കുന്നുവല്ലോ. പ്രിയ മാതാവിന് കഴിഞ്ഞ 105 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ അതേ കർത്താവ് ആയുസ്സും ആരോഗ്യം കൊടുത്തു. കഴിഞ്ഞ ദിവസം പ്രിയ അമ്മച്ചി താൻ നിയമിച്ച ദിവസത്തിലേക്ക് ചേർക്കപ്പെടുവാൻ കർത്താവിടെ ആക്കി തീർത്തു. ഇന്ന് പകൽക്കാലം നടക്കുന്ന ശുശ്രൂഷയെല്ലാം അനുകൂലമായി ചെയ്യുവാൻ നമുക്കെല്ലാം ദിവസം ഈ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇന്ന് പകൽക്കാലം കൂടി ശുശ്രൂഷകളും പ്രാർത്ഥിക്കാം. ശരീരം സംസ്കരിക്കും. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർക്ക് ഒരു പ്രത്യാശയുണ്ട്. കർത്താവ് താൻ ഗംഭീരത്തോടും
ശബ്ദത്തോടും ദൈവത്തിന്റെ കാണുന്ന സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമല്ല, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ രണ്ട് പുനരുത്ഥാനങ്ങളുണ്ട്. ഒന്നാം പുനരുത്ഥാനം മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനമാണ്. മറ്റേത് മരിച്ചവരുടെ പുനരുത്ഥാനമാണ്. മരിച്ചവരുടെ പുനരുത്ഥാനം കർത്താവായ യേശുവിൽ ലോകത്തെ 1000 കൊല്ലം അതിന് ശേഷം വെള്ള സിംഹാസനത്തിലെ ന്യായവിധിക്കുള്ളതാണ്. മരിച്ചവരുടെ പുനരുത്ഥാനം നിത്യ ജീവനെ പ്രാപിക്കുന്ന പുനരുത്ഥാനമാണ്. യേശു രക്ഷകനായി സ്വീകരിച്ച് ഭാവത്തോട് യാത്ര പറഞ്ഞ് യേശുവിന്റെ കൽപ്പന പ്രകാരം സ്നാനമേറ്റ് ശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസ്സാക്ഷിയോടുകൂടി ജീവിച്ച് കർത്താവിന്റെ ശരീരരക്തങ്ങളെ കർത്തമേശയിൽ കൂടെ പങ്കുകൊണ്ട് പ്രത്യാശയോട് ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണ് ഒന്നാം പുനരുത്ഥാനത്തിന്റെ പങ്കാരായിട്ടുള്ളത്. ആ ഭാഗ്യാവസ്ഥ എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാൻ ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട ഓരോരുത്തർക്കും ഇടയാക്കി തരട്ടെ എന്നുള്ളതായ വാക്കുകളോടുകൂടി ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ KM ജോസഫ് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കർത്താവേ, നിങ്ങളുടെ പ്രിയ മാതാവിന്റെ കടപാടിനുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വരുവാൻ കർത്താവിടെ ആചരിക്കുമ്പോൾ സ്തുതിക്കുന്നു. ദീർഘകാലം കർത്താവെ ദൈവസന്നിധിയിൽ ജീവിപ്പാൻ നിന്റെ മകൾക്ക് ഭാഗ്യം കൊടുത്തല്ലോ. മക്കളെയും കൊച്ചുമക്കളെയും പ്രിയപ്പെട്ടവരെയൊക്കെയും കാണുവാൻ കർത്താവിടെ ആക്കിയല്ലോ. കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവെ വിശുദ്ധ ജീവിതം നയിച്ച് നിത്യയുടെ ദുർമുഖത്തേക്ക് കടന്നു പോകാൻ കർത്താവിടെ ആക്കിയത് ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുവചനം ഇപ്പോൾ ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ കർത്താവ് ഒരുക്കുന്നതായ ശാശ്വത ഭവനത്തിലെത്തുവാൻ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ മുമ്പേ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽപ്പാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള ആ തിരുവചന സത്യം ഗ്രഹിച്ച് കർത്താവെ, ക്രിസ്തുവിൽ മരിപ്പാൻ, ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച് കർത്താവെ ദൈവം ഒരുക്കുന്ന നിത്യപ്രതീക്ഷയിലെത്തുവാൻ കേൾവിക്കാരെ ഒക്കെയും കർത്താവ് ഒരുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധി മനുഷ്യർക്കെല്ലാം നിയമിച്ചിരിക്കുന്നില്ല. കർത്താവെ, നിത്യമായ ന്യായവിധിയിൽ നിന്ന് യേശുവിലൂടെ വിടുതൽ പ്രാപിച്ച് നിത്യതയിലെത്തുവാൻ കേൾവിക്കാരെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയമാതാവിന്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളെ കൊച്ചുമക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട ആശ്വാസങ്ങൾ കർത്താവ് പറഞ്ഞു കൊടുക്കണമേ. ആരെങ്കിലും ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാതെ വചനം കേൾക്കുന്നെങ്കിൽ കർത്താവേ, ഈ രക്ഷയിലേക്ക് നീ അവരെയും ഒരാളൊന്ന് കണ്ടോട്ടെ. Yeah.
ബാഗ് ഒരുപോലെ ആയിരിക്കുമല്ലോ അല്ലേ? ആരെങ്കിലും പോകുന്നുണ്ടോ വണ്ടി? റാന്നി വരെ മതി